നട്ട് ഒരു വർഷം കൊണ്ട് തന്നെ കായ്ച്ചു തുടങ്ങി. പിന്നെ അത് മൂത്ത് വരുമ്പോൾ ഒരു 1.5 വർഷം ആകുമല്ലോ. അപ്പോൾ തന്നെ നമുക്ക് 1 കിലോൻ്റെ അടുത്ത് ഉണക്കക്കുരുമുളക്. ഇതിനൊരു കേട് ഇതുവരെ കണ്ടിട്ടില്ല. ഇതിങ്ങനെ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡിലേക്ക് മറിക്കും. അവിടുന്ന് കയറി വരുന്നവരൊക്കെ ഇങ്ങോട്ടും മറിക്കും. എന്നിട്ട് ഒന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കെട്ടും കൂടി കെട്ടിയാൽ അവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഒരു കാലത്ത് ഉതുകി വീണ് പോകുന്നില്ല. ഇത് കോൺക്രീറ്റ് ഒന്നും ചെയ്തില്ല. ഇത് വെറുതെ കല്ലിട്ട് ഉറപ്പിക്കുക ചെയ്തു. ഇതൊരു കുഴപ്പമില്ല, അവിടെ സ്ട്രക്കായി നിൽക്കും. കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? കുമ്പുക്കൽ കുരുമുളകാണ്. കുമ്പുക്കൽ ഇത് ചെറിയൊരു കോൺക്രീറ്റ് കല്ലല്ല, ഒരു 8 അടി കാലിലാണ്. 10 അടി ഹൈറ്റ് ഉണ്ട്, 2 അടി കുഴിച്ചിട്ട് ഇപ്പോൾ 8 അടി ഉയരം. അപ്പോൾ എനിക്ക് കയ്യെത്തുന്ന ഹൈറ്റിൽ ഞാൻ നട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നിപ്പം പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കാൻ പഠിക്കും. ഒരു 1.25 കിലോ ഉണക്ക കുരുമുളക് ഞാനിത് ഇതിൽ നിന്നിപ്പം പൊട്ടിച്ച് ഉണക്കി കഴിഞ്ഞപ്പോൾ 1.25 കിലോ ഉണ്ട്. ഇനിയുണ്ട് പൊട്ടിക്കാൻ. അതെന്ന് വെച്ചാൽ പല തവണയായിട്ട് കായ്ക്കുകയാണ്. ഇതാ ഇളം ഇത് കണ്ടല്ലേ, പുതിയ ഷൂട്ട് വന്നു. അപ്പോൾ പുതിയ ഇതിങ്ങനെ ഓൾ സീസൺ പോലെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇത് പൊട്ടിക്കാനുണ്ട്. നല്ല വെയിലത്തല്ലേ നിൽക്കുന്നത്? നല്ല വെയിലത്താ. അത് കുഴപ്പമില്ല. നല്ല നനച്ചിടും. ഞാൻ ദിവസം നനച്ചിടും. തൈ നട്ടപ്പോഴൊക്കെ വെയിൽ തന്നെയാണ്. ഇവിടെ നല്ല വെയിൽ കൊടുത്തില്ലായിരുന്നു? ഇല്ല. അതാ ഒരു തിരുവാതിര ഞാറ്റുവേലയിൽ നട്ടാൽ വേനൽക്കാലം ആകുമ്പോഴേക്കും പടർന്ന് കയറും. പിന്നെ അങ്ങനെ കുഴപ്പമില്ല. ഇതിപ്പോൾ മറ്റേ നമ്മൾ ഷെഡൊക്കെ പണിയാൻ വേണ്ടിയുള്ള അതിന് ഉപയോഗിക്കുന്ന കാലാണ്. അത് പന്നിയൂരൊന്നാണ്. അതൊന്നും അത്ര റിസൾട്ട് ഇല്ല. നമുക്കിതാ ഇത് കുമ്പുക്കലാണ്. ഇതിൻ്റെ കായ്ഫലം കണ്ടില്ലേ? ഇതിൽ ഞാൻ ഒരുപാട് കയറുതല കട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് ഇതിൽ തിക്കായിട്ട് കാണാത്തത്. എന്നാൽ ഇത് കായ്ച്ചു നോക്കി നോക്കും. ഒരു കൊലയിൽ ഇങ്ങനെ കൊലയായിട്ട് കായ്ക്കും. അതുപോലെ ഇതും അതെ. ഇതിൽ നിന്ന് തീരെ കട്ട് ചെയ്യാത്തതാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈൽഡ് കിട്ടിയിട്ടുള്ളത്. മറ്റേതിന് കയറുതൽ ഉണ്ടാക്കാൻ വേണ്ടി കുറേ കട്ട് ചെയ്തെടുത്തുകൊണ്ട് കായ്ഫലം കുറഞ്ഞതാണ്. മുകളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മറക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തലയെ ഇങ്ങോട്ടങ്ങ് മറിക്കും. ഇവിടുന്ന് കയറി വരുന്നതിന് ഇങ്ങോട്ട് മറിക്കും, അവിടുന്ന് കയറി വരുന്നതിന് ഇപ്പുറത്തേക്ക് മറിക്കും. അപ്പോൾ അവിടെ സ്റ്റഡി ചെയ്യും. പിന്നെ ഇത് ഇങ്ങോട്ട് ഒതുക്കി വീഴൊന്നുമില്ല. അതെ അല്ലേ? അപ്പോൾ അവിടെ ഒരു ഇതിപ്പോൾ എത്ര വർഷം ആയിട്ടുണ്ടാവും നട്ടിട്ട്? ഇതൊരു 3 വർഷമായിട്ടുണ്ടാവും. കെട്ടിക്കൊടുക്കും ടാഗ് വെച്ചിട്ട്? ആദ്യമൊക്കെ കെട്ടിക്കൊടുക്കണം. പിന്നെ മേലെത്തി ഇങ്ങോട്ട് മറച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ഉയരം കുറച്ച് നിർത്താനാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി 7 അടി കാല് മതി എന്നുള്ളതാണ് ഇനി ചെയ്യുന്നതിന്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യെത്തി പൊട്ടിക്കാനും ഇതങ്ങനെ കെട്ടിക്കൊടുക്കാനും ഒക്കെ നല്ലതാണ്. ഇതിങ്ങനെ പൊരിച്ചാക്ക് പോലെ ഇങ്ങോട്ട് കൊണ്ടുപോയി വന്നോളും. പിന്നെ ഇതിൽ നിന്ന് 1.25 കിലോ ഉണക്ക കുരുമുളക് എന്ന് പറഞ്ഞാൽ എന്താ നഷ്ടമുള്ളത്? ഒരു 5 വർഷം ആകുമ്പോഴേക്കും നമുക്ക് 2 കിലോ 3 കിലോ ഉണക്ക കുരുമുളക് ഇതിൽ നിന്ന് കിട്ടും. തൈകൾ എവിടെ നിന്നുകൊണ്ടെന്നാണ്? ഇത് ഞാൻ ആ കുമ്പുക്കലുകാരുടെ അടുത്ത് തന്നെ വാങ്ങിയതാണ്. ഡയറക്റ്റ് തന്നെ മേടിച്ചാലേ? പിന്നെ ഇതിൽ നിന്ന് തന്നെ ഒരുപാട് തൈ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പറമ്പിൽ പുതിയ സ്ഥലത്തേക്കൊക്കെ നടാനുള്ള പരിപാടിയില്ല. ഇത്രയും പാലക്കാടിൻ്റെ ഇത്രയും വെയിലത്ത് ചൂടുള്ള സ്ഥലത്ത് കായ്ക്കാനൊക്കെ പിന്നെ എവിടെയും ഇത്രയും വെയിൽ കൊണ്ടിട്ട് അതിന് കേടൊന്നുമില്ലാതെ നിൽക്കണല്ലോ. എല്ലായിടത്തും കായ്ക്കേണ്ടതാണ്. മറ്റിടങ്ങളുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ തണലൊന്നും കൊടുത്തിട്ടില്ല തൈ നട്ടപ്പോഴും? അതെന്താ വെച്ചാൽ നമ്മളേ തൈ നടുമ്പം എന്താ പറയുക, വടക്കും കിഴക്കും ഭാഗത്താണ് എൻ്റെ തൈ നടുക. ഈ കാലിൻ്റെ കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമായി. പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും അങ്ങനെ നടില്ല. പടിഞ്ഞാറൻ വെയിൽ അടിക്കാതിരിക്കാൻ. പിന്നെ ഈ തിരുവാതിര ഞാറ്റുവേലയ്ക്കൊക്കെ നട്ട് കഴിഞ്ഞാൽ മഴ കഴിഞ്ഞ് വേനൽ ചൂടാകുമ്പോഴേക്കും ഇതൊക്കെ പടർന്ന് കയറി സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഈ വെയിലൊന്നും അത്ര പ്രശ്നമല്ല. പിന്നെ കോൺക്രീറ്റ് കാല് ചൂടായി കഴിഞ്ഞാൽ വള്ളിക്ക് പ്രശ്നം വരില്ല എന്നൊക്കെയാണ് ചിലർക്ക് സംശയം ഉണ്ടാവുക. പക്ഷേ കോൺക്രീറ്റ് കാലിനൊന്നും അങ്ങനെ വെയിലടിക്കില്ല. ഈ വള്ളി ഇങ്ങനെ ചുറ്റുപുറം പടർന്ന് പന്തലിച്ചതുകൊണ്ടേ കോൺക്രീറ്റ് കാലം അങ്ങനെ ചുറ്റുപോലെ അതിന് നനച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ നട്ടിട്ട്, 1 വർഷം പോലും ആയിട്ടില്ല കുമ്പുക്കൽ. അതിൽ തിരിയിട്ടു. ഇതിലൊക്കെ തോക്കയിടുന്നുണ്ടല്ലേ. ഈ സമയത്തൊക്കെ തോക്ക വരികയാണ്. അപ്പോൾ എല്ലായിടത്തും മൂത്ത് വിളവെടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോഴേക്കാണ് തോക്ക വരുന്നത്. എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ കാഴ്ച കൊടുക്കുന്ന രസം. പിന്നെ അടിയിൽ നിന്ന് അങ്ങനെ ഒരു ചെടി നട്ടതാണ്. ഇഷ്ടംപോലെ ഷൂട്ട് കയറി വന്നിട്ട് നമ്മൾ കുറച്ചെത്തുമ്പോൾ തല കട്ട് ചെയ്ത് കൊടുത്തിരുന്നു. പിന്നെ അതിന് അടിയിൽ നിന്നൊക്കെ ഒരുപാട് ഷൂട്ട് വന്ന് നിറഞ്ഞിങ്ങനെ പടർന്ന് പന്തലിച്ച്. ഇവിടെയൊക്കെ നോക്കി എത്ര തലകളാണ് ഈ ഭാഗത്തേക്ക് വന്നാലേ. അറച്ചും തലകളായി. ഇത് ആ തല ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. പലപ്പോഴായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിരുന്നു. അല്ലെങ്കിൽ മേലെ കയറേണ്ട സമയമായി. അപ്പോൾ ഇഷ്ടംപോലെ ഷൂട്ടുകളും അതുപോലെ ഈ ഇതൊക്കെ തിരിയൊക്കെ വന്നു. അടുത്ത വർഷമൊക്കെ ഇത് നിറച്ചും തോക്കയിടും. അടുത്ത വർഷമാകുമ്പോഴേക്കും നിറഞ്ഞിട്ടുണ്ടാവില്ല തിരികൾ. ഇതിലൊക്കെ ഇതാ പുതിയ ഷൂട്ടിലൊക്കെ തോക്കയിടുന്നുണ്ട്. 2 അടി താഴ്ചയിലാണ് കോൺക്രീറ്റ് കല്ലുള്ളത്. ഈ തൂണിന് എത്ര ചിലവ് വരുന്നുണ്ട്? 1000 രൂപയുടെ ചുവടേ ഉള്ളൂ. വരുന്നുണ്ടല്ലേ? 750 800 അങ്ങനെ എന്തൊരു ചിലവാണ് വന്നിട്ടുള്ളത്. അടിയിൽ നല്ലൊരു കുഴി കുത്തി, നല്ലൊരു ഒരു 2 അടി സമചതുരത്തിൽ കുഴി കുത്തി അതിലാണ് കോൺക്രീറ്റ് കല്ല് ഇറക്കി വെച്ച് ആ കുഴിയിൽ ചുറ്റൂറും ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്ത് ഫില്ല് ചെയ്തു. ഇല്ല കോൺക്രീറ്റ് ചെയ്തിരുന്നു? ഇല്ല. കോൺക്രീറ്റ് കല്ല് ആദ്യം കുഴിച്ചങ്ങ് ഉറപ്പിക്കും. എന്നിട്ട് മറ്റാ ചുറ്റൂറുള്ള കുഴിയിൽ നമ്മൾ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് അതിൽ ചെടി നടും. അപ്പോൾ അങ്ങനെ കയറ്റി വിട്ടിരിക്കുക. കരിയിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്? കരിയില ഇവിടെ കിട്ടുന്ന കരിയിലൊക്കെ ഞാൻ അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കരിയില പരമാവധി കൊടിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടരോഗം പോലുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതാണ് പൊതുവെ അഭിപ്രായം ജൈവകൃഷിക്കാരുടെ.
ആ ബാക്ടീരിയ എന്ന് വെച്ചാൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൊണ്ടേ ഇതിനെ ബാധിക്കുന്ന കീടങ്ങളൊക്കെ നശിക്കും. ഇപ്പോൾ ചെറു വേരുകളുള്ള സസ്യങ്ങൾക്കൊക്കെ പല അസുഖങ്ങളാണ് നമ്മളെ ഇംഗ്ലീഷ് വെള്ളത്തിൻ്റെ അമിത ഉപയോഗം കൊണ്ട് വരുന്നതാണ്. എന്താ വെച്ചാൽ മണ്ണിലുള്ള സൂക്ഷ്മജീവികളൊക്കെ ചത്തുപോയി. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് പിടിക്കുന്നത് കൊടിക്കാണ്. കൊടിക്ക് വാട്ടരോഗം. അതിന് ചെറിയ വേരുകളാണ്, ചെറിയ സൂക്ഷ്മ വേരുകളിൽ. അതുപോലെ കഴുങ്ങിന് മഞ്ഞളിപ്പ്, തായ്വേരില്ലല്ലോ കഴുങ്ങിന്. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ അസുഖങ്ങൾ വന്ന് പലതും കേടുവരും. അപ്പോൾ ഈ കയ്പ, പാവലുണ്ടല്ലോ, അതിനൊക്കെ ഒരു തരം അസുഖം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചെറു സസ്യങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരും. മണ്ണിൽ മൂലകങ്ങളുടെ കുറവ്. മണ്ണിൽ ഈ പറഞ്ഞ പോലെ 98ഓളം മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താത്ത ഒരുപാട് മൂലകങ്ങളുണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ജൈവ അവശിഷ്ടങ്ങൾ മണ്ണിൽ കിടന്നാൽ മാത്രമാണ് ഇതൊക്കെ ഉണ്ടായി വരുള്ളൂ. സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും ജൈവാവശിഷ്ടങ്ങൾ മണ്ണിൽ ലയിച്ചാലാണ് ഉണ്ടായത്. അതിൽ മണ്ണിൽ ബയോ സാധനങ്ങളൊന്നും ഇടുന്നില്ല. എല്ലാം ഇംഗ്ലീഷ് വളങ്ങളാണ് ഇടുന്നത്. ബയോ കാർബണിൻ്റെ സാന്നിധ്യം മണ്ണിലില്ല. ഇംഗ്ലീഷ് വളം കൊണ്ടിടുക, ഒരു അസുഖം കണ്ടു കഴിഞ്ഞാൽ കുറേ മരുന്നടിക്കുക, പിന്നെ മണ്ണിൽ കുറേ കൊണ്ടിടുക. അങ്ങനെ കുമ്മായവും കണ്ടതെല്ലാം മണ്ണിലിട്ട് ഒക്കെ കൂടിയിട്ട് മണ്ണിലുള്ള സൂക്ഷ്മജീവികളും എല്ലാ ഇതും പോയി, മണ്ണിലെ മൂലകങ്ങളൊക്കെ കുറഞ്ഞു. അപ്പോൾ വേണ്ടത്രയും ആ ഒരു ബാലൻസിങ്ങിൽ മൂലകങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഏതെങ്കിലും കുറഞ്ഞു പോകും, ചിലത് കൂടി വരും. അപ്പോൾ കായിക വളർച്ച ചിലപ്പോൾ കാണിക്കും, പക്ഷേ പെട്ടെന്ന് രോഗങ്ങൾ വരികയും പെട്ടുപോവുകയും ചെയ്യും. ചെടികളൊക്കെ കേടുവന്ന് പോവുകയും ചെയ്യും. നിലവിലിപ്പോൾ 4 വർഷത്തോളം ആയല്ലേ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ചെയ്തേക്കുന്നതാണോ? അതെ. ഏതേ കുരുമുളക്? കോൺക്രീറ്റ് അല്ല? അല്ലല്ല. അതെ. കോൺക്രീറ്റ് കല വിജയമാണ്. ഞാൻ ആദ്യം ഒന്ന് പരീക്ഷണാർത്ഥം ചെയ്തതാണ്, പക്ഷേ അതൊക്കെ നമുക്ക് വിജയമാണ്. ഇവിടെ നിന്ന് ഒരു കുരുമുളക് പോലും ഈ കോൺക്രീറ്റ് കാലിൻ്റെ പ്രശ്നം കൊണ്ട് ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല. വാട്ടർ രോഗം വന്നിട്ട് നമുക്ക് ഇത് പോയിരുന്നു, എന്താ പറയുക, പന്നിയൂരൊന്ന് വാട്ടർ രോഗം. അതിന് പ്രതിരോധശേഷി വളരെ കുറവാണ്. കുമ്പക്കൽ നല്ല റിസൾട്ടാണല്ലേ? നല്ല റിസൾട്ടാണ്.